നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രതിമാസ ഫലങ്ങൾ പറയുന്ന രീതി അനുസരിച്ച് 1199 ഇടവ മാസത്തെ ഫലമാണ് നമ്മൾ ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ നക്ഷത്രത്തിലും ജനിച്ചവർക്ക് ഇടവ മാസത്തിലുണ്ടാകുന്ന സാമാന്യമായ അനുഭവങ്ങൾ. അപ്പോൾ നമ്മൾ ഉത്രാടം വരെയുള്ള നക്ഷത്രക്കാരുടേത് കഴിഞ്ഞ അധ്യായം വരെയുള്ളത് കണ്ടു. ഇനി നമുക്ക് തിരുവോണം, അവിട്ടം, ചതയം ഈ 3 നക്ഷത്രക്കാരുടെ അനുഭവങ്ങളെപ്പറ്റി ഈ അധ്യായത്തിൽ നോക്കാം. ഉത്രാടം നക്ഷത്രം 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. ഉത്രാടത്തിൻ്റെ ആദ്യ പാദം ധനു കൂറിലും ബാക്കി 3/4 ഭാഗം മകരക്കൂറിലുമാണ് വരുന്നത്. തിരുവോണം മകരക്കൂറിൽ പൂർണ്ണമായിട്ടും ഉൾപ്പെടുന്നു. അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതി മകരക്കൂറിലും രണ്ടാമത്തെ പകുതി കുംഭക്കൂറിലുമായിട്ടാണ് വരുന്നത്. അപ്പോൾ തിരുവോണം, അവിട്ടം, ചതയം നക്ഷത്രമാണെങ്കിൽ കുംഭക്കൂറിലാണ് പൂർണ്ണമായും ഉൾപ്പെടുന്നത്. തിരുവോണം മകരക്കൂറിൻ്റെ ഫലങ്ങൾ കൂടുതലായിട്ട് പ്രകടിപ്പിക്കും. അവിട്ടം ആദ്യത്തെ പകുതിയും രണ്ടാമത്തെ പകുതിയും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകുന്ന ഫലങ്ങളാണ്. ചതയ നക്ഷത്രം കുംഭക്കൂറിൻ്റെ അനുഭവങ്ങളാണ് കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഈ കൂറിൻ്റെ ഫലങ്ങളോടൊപ്പം കൂറിൻ്റെ ഫലം എന്തുകൊണ്ടാണ് പ്രാധാന്യമുള്ളതെന്ന് വെച്ചാൽ ഗ്രഹചാരഫലം കൂറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മൾ ജനിച്ച കൂറിൻ്റെ ഏതെല്ലാം ഭാവങ്ങളിലാണ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് എന്നുള്ളതനുസരിച്ചാണ് നമ്മുടെ പൊതുഫലങ്ങൾ ഉണ്ടാകുന്നത്. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഗ്രഹങ്ങൾ മാറുന്നതനുസരിച്ച് അനുഭവങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് തിരുവോണം നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. തിരുവോണ നക്ഷത്രം മകരക്കൂറിലാണ് വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രയത്നം ഈ മാസം ഫലം നൽകുന്നതാണ്. ദേവാലയ ദർശന യോഗം ഉണ്ട്. പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള യോഗം ഉണ്ട്. അവരവരുടെ വിശ്വാസം അനുസരിച്ചുള്ള തീർത്ഥാടനങ്ങൾ നടത്താനായിട്ട്, പുണ്യയാത്രകളൊക്കെ നടത്താനായിട്ട് സാധിക്കും. അതും കുടുംബാംഗങ്ങളോടും മക്കളോടുമൊക്കെ ഒത്ത്, അച്ഛനമ്മമാരോടും പ്രായമുള്ളവരോടും അതുപോലെ തന്നെ മക്കളോടുമൊക്കെ ഒത്ത് തീർത്ഥാടന യോഗം ഉണ്ട്. പുതുവസ്ത്രങ്ങൾ ലഭിക്കാനായിട്ട് യോഗമുണ്ട്. ബന്ധുജന സമാഗമം ഉണ്ടാകുന്ന സമയമാണ്. അപ്പം ശനിയുടെ സ്വാധീനമുള്ള രാശിയാണ് ഈ മകരം രാശി എന്ന് പറയുന്നത്. ശനിയുടെ ആധിപത്യമുള്ള രാശിയാണ് മകരം രാശി. പിന്നെ ഈ തിരുവോണം മുതലുള്ള നക്ഷത്രക്കാർക്ക്, ഉത്രാടത്തിൻ്റെ അവസാന 3/4 ഭാഗം മുതലുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 7.5 ശനിയുടെ അവസാന ഭാഗമാണ് അവരിപ്പം അനുഭവിക്കുന്നത്. എങ്കിൽ പോലും ഈ ശനിയുടെ ആധിപത്യമുള്ള രാശി ആയതുകൊണ്ട് മാരകമായ ഒരു ശനിദോഷം അനുഭവപ്പെടുകയില്ല. മാത്രമല്ല മൂലത്രികോണത്തിൽ ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് വലിയ ദോഷങ്ങളില്ലാതെ കടന്നു പോകും. എങ്കിൽ പോലും മകരക്കൂറുകാരെ സംബന്ധിച്ച 7.5 ശനിയുടെ ഒരു എഫക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പം കരുതൽ വേണം. ഏതൊരു കാര്യം ചെയ്താലും ക്ഷമയും നിശ്ചയദാർഢ്യവും ഉണ്ടായിരിക്കണം, കരുതലും ഉണ്ടായിരിക്കണം. കഠിനാധ്വാനം വേണ്ടി വരുന്ന കാലമാണ്. എന്നാൽ അധ്വാനത്തിന് ഫലം ലഭിക്കും എന്നുള്ളൊരു ഗുണമുണ്ട്. അപ്പോൾ ശനി നമ്മളെ ഉപദ്രവിക്കുകയില്ല. ശനിയുടെ ഫലമായിട്ടുള്ള ആ കഷ്ടപ്പാട് നമുക്ക് നേരിടേണ്ടി വരും. പലപ്പോഴും 1-2 തവണയൊക്കെ ശ്രമിച്ച് അല്ലെങ്കിൽ കുറച്ച് കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ പോലും ഫലം ലഭിക്കും എന്നുള്ളതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. വീട്ടിൽ സ്നേഹവും സന്തോഷവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. കുടുംബാംഗങ്ങളോടൊപ്പം നല്ല മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിക്കും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുടെ വീട്ടിൽ നടക്കുന്ന നല്ല സന്തോഷകരമായ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കും. സ്ഥലം വാങ്ങുന്ന കാര്യത്തിലോ വീട് പണിയിലോ ഉള്ള കാര്യങ്ങളൊക്കെ സഫലമായേക്കാം. അതുപോലെ മക്കളുടെ നേട്ടങ്ങൾ അഭിമാനകരമായിരിക്കും. അതിപ്പം പരീക്ഷ പാസ്സാകുന്ന കാര്യത്തിലാണെങ്കിലും റിസൾട്ടൊക്കെ വരുന്ന സമയമാണല്ലോ ഇപ്പം. അപ്പം മക്കളുടെ നേട്ടങ്ങൾ നമുക്ക് വളരെയേറെ സന്തോഷം നൽകും. സന്താനങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. കലാകാരന്മാർക്ക് അനുയോജ്യമായ സമയമാണ്. മാതാവിൽ നിന്നോ ജനങ്ങളിൽ നിന്നോ എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ ബന്ധത്തിൽപ്പെട്ട ആളുകളിൽ നിന്നോ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം, അല്ലെ സഹായങ്ങൾ ലഭിക്കാം. ജോലി തേടുന്നവർക്ക് ഈ മാസം ഇടവ മാസത്തിൽ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള കാലമാണ്. അതുപോലെ തന്നെ നിലവിൽ ജോലിയുള്ളവർക്ക് ഔദ്യോഗിക പദവിയിൽ ഉയർച്ച ലഭിക്കാനുള്ള സാധ്യതയും ഇടവ മാസത്തിൽ ഉണ്ട്. യുവജനങ്ങളെയൊക്കെ സംബന്ധിച്ച് പുതിയ പ്രണയബന്ധങ്ങളൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുള്ള സമയമാണ്.
അതുപോലെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനത്തിൽ കൂടുതൽ നിലവാരം പുലർത്താനായിട്ട് സാധിക്കും. അല്പം ശ്രമം കൂടുതൽ വേണ്ടി വരും, കുറച്ച് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും വിദ്യാർത്ഥികളാണെങ്കിലും. കാരണം ഈ ശനിയുടെ ഒരു എഫക്റ്റ് ഉണ്ട്, വ്യാഴത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കഠിനാധ്വാനം വേണ്ടി വരും, എങ്കിൽ പോലും ഫലം ലഭിക്കും. പിന്നെ തിരുവോണ നക്ഷത്രക്കാർ സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ചിലവുകൾ വർദ്ധിച്ചേക്കാം, പൊതുവെയുള്ള ചിലവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മേലധികാരികളുമായിട്ട് അല്പം സ്വരച്ചേർച്ചക്കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജോലി തിരക്ക് വർദ്ധിക്കുകയും വിശ്രമം കുറയുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വ്യാപാരത്തിൽ നല്ല വിജയം നേടാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ പുതിയ മേഖലകളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കാനായിട്ട് സാധിക്കും. ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണം. വേറെ ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് ഇറങ്ങരുത്. നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാവുള്ളൂ. പിന്നെ അവർ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, വിഷജന്തുക്കളിൽ നിന്നും ആപത്തുണ്ടാകാനിടയുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ തിരുവോണ നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിക്കുക. ആ നക്ഷത്രഫലം നോക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. കീടങ്ങളിൽ നിന്നോ വിഷജന്തുക്കളിൽ നിന്നോ ഒക്കെയുള്ള എന്ന് പറഞ്ഞാൽ മാരകം എന്ന് നമുക്ക് പറയത്തില്ല, അങ്ങനെയൊരു അനുഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, വിഷജന്തുക്കളിൽ നിന്നുള്ള ഉപദ്രവം. അപ്പോൾ ഇതാണ് നമുക്ക് തിരുവോണ നക്ഷത്രക്കാരുടെ ഫലം. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടത്തിൻ്റെ മകരക്കൂറിൽപ്പെടുന്ന ഭാഗം ഈ പറഞ്ഞ പോലെയുള്ള പൊതുഫലങ്ങളുണ്ടായിരിക്കും. വ്യാപാരത്തിലൊക്കെ ഗുണകരമാണ്. അല്പം കഠിനാധ്വാനം ചെയ്താൽ വിജയം നേടാനായിട്ട് അവർക്ക് സാധിക്കും. അതുപോലെ ജോലിക്കുള്ള അവസരങ്ങൾ വന്നു ചേരും. പുതിയ ജോലി തേടുന്നവർക്ക്, നിലവിൽ ജോലിയുള്ളവർക്ക് ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായിട്ട് നല്ല രീതിയിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കും. ശിശുജനനം കൊണ്ട് വീട് അനുഗ്രഹീതമാകാം. അതുപോലെ തന്നെ വീടിൻ്റെ ഗൃഹപ്രവേശം അല്ലെങ്കിൽ പാലുകാഴ്ച എന്നൊക്കെ പറയുന്ന ചടങ്ങുകളിൽ, വിവാഹം പോലുള്ള ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാനുള്ള യോഗം ഉണ്ട്. പിന്നെ ക്ഷേത്ര ദർശനം നടത്താനും യോഗമുണ്ട്. ക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞാൽ ദേവാലയ ദർശനം, അവരവരുടെ മതവിഭാഗങ്ങളിൽപ്പെടുന്ന പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള യോഗം അവർക്ക് ഉണ്ട്. പിന്നെ അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഈ മാസം ശ്രദ്ധിക്കേണ്ട കാര്യം. ചെറിയ ചെറിയ സിംറ്റംസ് കാണുമ്പം, രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ അത് അവഗണിക്കരുത്, അതെന്താണ് എന്നൊന്ന് പരിശോധിപ്പിക്കുക. ഇപ്പം നമുക്കറിയാം, ഈ കോവിഡിൻ്റെ ശേഷം ഒരുപാട് പേർക്ക് ഒരുപാട് തരത്തിലുള്ള രോഗലക്ഷണങ്ങളുണ്ട്. പണ്ട് കാണുന്ന ആ ലക്ഷണങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള സിംറ്റംസാണ് പല രോഗങ്ങൾക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് രോഗലക്ഷണങ്ങളെ അവഗണിക്കാതെ നല്ലൊരു ഡോക്ടറെ കാണിച്ചൊന്ന് ചെക്കപ്പ് ചെയ്യുക. ചികിത്സ തേടുന്നത് ആവശ്യമുണ്ടെങ്കിൽ മതി, ഒന്ന് ചെക്കപ്പ് ചെയ്യുക. എല്ലാ ബോഡി ചെക്കപ്പ്, ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുക. അതിൻ്റെ നഷ്ടം സഹിക്കുക. അത് നഷ്ടമായിട്ട് കൂട്ടണ്ട. കാരണം അവനവൻ നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ അനുഭവങ്ങൾക്ക് പ്രാധാന്യമുള്ളൂ. അതുകൊണ്ട് അത് ഒന്ന് നോക്കുക. ആരോഗ്യ പ്രശ്നങ്ങളാണ് അവിടുത്തെ നക്ഷത്രക്കാർ സൂക്ഷിക്കേണ്ടത്. ദാമ്പത്യ ജീവിതത്തിലെ കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. കുറച്ച് മടിയൊക്കെ ഉള്ള സമയമാണ്, അതൊക്കെ മാറ്റിയിട്ട് ഉത്സാഹത്തോടെ കാര്യങ്ങൾ ചെയ്യുക. അശ്രദ്ധ മൂലം അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും അവിടുത്തെ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. പിന്നെ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി എന്ന് പറയുന്നത് കുംഭക്കൂറിലാണ് വരുന്നത്. കുംഭക്കൂറിൽ ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നുണ്ട്. ചൊവ്വ അവിടുന്ന് മാറിയിട്ട് കുംഭക്കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്ക് പോയി രാഹുവുമായിട്ട് ചേർന്ന് മീനത്തിൽ നിൽക്കുകയാണ്. എങ്കിൽ പോലും കുംഭത്തിൽ നിൽക്കുന്ന ശനി കുറേയേറെ ഗുണഫലങ്ങൾ അവർക്ക് നൽകുന്നതാണ്. ജോലി സാധ്യത കൊടുക്കുന്നുണ്ട്, പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. മാസം പകുതിക്ക് ശേഷം, ഇടവമാസം പകുതിക്ക് ശേഷം മറ്റുള്ളവരുമായിട്ട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അപരിചിതരുമായിട്ട് ചേർന്ന് ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നും മാനഹാനിയോ ധനനഷ്ടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അപരിചിതരുമായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ അസോസിയേറ്റ് ചെയ്യുമ്പോൾ, അവരുമായിട്ട് ചേർന്ന് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുമ്പം ഒരു ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് ഈ സൂചന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശനിയുടെ സ്വാധീനം വ്യക്തിപരമായ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചേക്കാം. പക്ഷേ പക്വതയോടെ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ശനി ഒരല്പം വിഷമിപ്പിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ചൊവ്വയും രാഹുവും രണ്ടിലാണ് നിൽക്കുന്നത്, വാക്കിൻ്റെ ഭാവത്തിലാണല്ലോ നിൽക്കുന്നത്. ചൊവ്വ എപ്പോഴും കലഹം ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ്. ചൊവ്വയുടെ കാരകത്വം എന്ന് പറയുന്ന കലഹം ഒരു ചൊവ്വയുടെ ഒരു ഫങ്ഷനാണ് കലഹം ഉണ്ടാക്കുക, ചൊവ്വയുടെ ഒരു ജോലിയാണത്. അതുപോലെ രാഹുവിനെ സംബന്ധിച്ചിടത്തോളം വിഷം വമിപ്പിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കാരകധർമ്മമാണ്.
അപ്പം വിഷമുള്ള വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെയുള്ള തർക്കങ്ങൾ, വഴക്കുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്ന് സൂക്ഷിക്കണം എന്ന് പറയുന്നത്. കാരണം രണ്ടിലാണല്ലോ, വാക്കിൻ്റെ ഭാവത്തിലും ധനത്തിൻ്റെ ഭാവത്തിലുമായിട്ടാണ് ഈ രാഹു ചൊവ്വയും കൂടെ ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷമയോടെയും വിവേകത്തോടെയും പെരുമാറുക എന്നുള്ളത് ഈ അവിട്ട നക്ഷത്രക്കാർ, കുംഭക്കൂറിൽ വരുന്ന അവിട്ട നക്ഷത്രക്കാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അനാവശ്യമായ ധൃതിയും ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടുകൊണ്ടുള്ള എടുത്തുചാട്ടമൊക്കെ ഒഴിവാക്കുക. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ നഷ്ടം വരാം. ഭൂമി വാങ്ങലും വിൽക്കലും ഒന്നും ഈ സമയത്ത് അത്ര അനുകൂലമല്ല അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽപ്പെട്ട ആളുകൾക്ക്. എടുത്തുചാട്ടം കാരണം ഉണ്ടാകുന്ന ദുരനുഭവങ്ങളും മാനസിക പീഡനങ്ങളുമാണ് അവർക്ക് നേരിടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ തൊഴിലിൽ മാറ്റത്തിന്, സ്ഥാനമാറ്റത്തിന് അവർക്ക് സാധ്യതയുണ്ട്. മേലധികാരിയിൽ നിന്ന് അപ്രീതികരമായ പെരുമാറ്റം ഉണ്ടാകാനും സാധ്യതയുണ്ട്. പക്ഷേ സാമ്പത്തികമായിട്ട് വലിയ ദോഷം എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. സഹോദരങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങളുണ്ടാകും. സാമ്പത്തികമായിട്ട് വലിയ മോശമായിരിക്കില്ല, ചിലവൊക്കെ വർദ്ധിക്കാം, എങ്കിൽ പോലും നമുക്ക് സമ്പത്ത് കുറേയൊക്കെ ലഭിക്കും. കർമ്മരംഗത്ത് നിന്നും ഗുണകരമായ അനുഭവങ്ങളുണ്ടാകും. ശനിയുടെ ഒരു സംരക്ഷണം ഉണ്ടാകും. 7.5 ശനിയുടെ കാലമാണ്, ജന്മശനിയുടെ കാലമാണ്. അതിൻ്റേതായ ദോഷങ്ങളും ഉണ്ടാകും. എന്നാൽ ശനി മൂലത്രികോണത്തിൽ നിൽക്കുന്നതിൻ്റേതായ ഒരു സംരക്ഷണം. കാരണം എന്താണ്, ശനിയുടെ ആധിപത്യമുള്ള രാശിയാണല്ലോ കുംഭം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുംഭക്കൂറുകാർക്ക് അതിൻ്റെ കുറച്ച് ഗുണഫലങ്ങളും കിട്ടും. എന്നാൽ 7.5 ശനിയുടെ ഫലം മാറ്റാനൊക്കുകയില്ല, അത് അനുഭവിച്ചേ പറ്റുള്ളൂ. അത് ശനിയുടെ സ്വന്തം രാശിയാണെങ്കിൽ പോലും അതിൻ്റെ ദുഷ്ഫലങ്ങൾ നന്നായിട്ട് കുറയും എന്നുള്ളതല്ലാതെ കുറേയെങ്കിലുമൊക്കെ അനുഭവിച്ചേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തൊഴിലിലുള്ള മാറ്റങ്ങൾക്കൊക്കെ കാരണമാകുന്നത്. പിന്നെ അതുപോലെ മറ്റ് ഗ്രഹനിലകളും നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ടല്ലോ. വ്യാഴത്തിൻ്റെ സ്ഥാനം, 4-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമൊന്നും അത്ര നല്ലതല്ല. കുംഭം, മീനം, മേടം, ഇടവം, 4-ലാണല്ലോ വ്യാഴം. അപ്പം 4 പറയുന്നത് കുടുംബസ്ഥാനമാണ്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെയൊക്കെ സ്ഥാനമാണ്. അതുകൊണ്ട് 4-ൽ വ്യാഴം സഞ്ചരിക്കുന്നത് വലിയ ഗുണകരമൊന്നുമല്ല, ശുഭഗ്രഹമാണെങ്കിൽ പോലും. വ്യാഴത്തിന് ചില ശുഭസ്ഥാനങ്ങളുണ്ട്. അതല്ലാത്ത സ്ഥലങ്ങളിൽ വ്യാഴം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഗുണം ചെയ്യണം എന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഈ പ്രതിമാസ ഫലങ്ങളൊക്കെ താൽക്കാലിക ഫലങ്ങൾ പറയുമ്പോഴാണെങ്കിലും കുറേയേറെ കാര്യങ്ങൾ നോക്കാനുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് ചതയൻ നക്ഷത്രക്കാരുടെ ഫലമാണ്. തൊഴിൽ രംഗത്ത് അവർക്ക് നല്ല രീതിയിൽ പുരോഗതി ഉണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ട അവസ്ഥ പലപ്പോഴും ഉണ്ടാകും. ബന്ധുക്കളുമായിട്ടോ പരിസരവാസികളുമായിട്ട്, അതായത് അയൽക്കാരുമായിട്ടൊക്കെ സംഘർഷ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ വാക്കും പ്രവൃത്തിയും മിതമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞല്ലോ, ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് 2-ൽ ചൊവ്വയും രാഹുവും കൂടെ നിൽക്കുന്നത് കൊണ്ട് ഈ സംഘർഷ സാധ്യത കുറേ കാലത്തേക്ക് നിലവിലുണ്ട്. ചൊവ്വ അവിടുന്ന് മാറുന്നത് വരെ പ്രത്യേകിച്ച്. നമ്മുടെ വാക്കാണ് പലപ്പോഴും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ ഒക്കെ സാധ്യതയുള്ളത്. ഇതിലേതെങ്കിലും ഒരു ഗ്രഹമായിട്ട് മാത്രമായിട്ട് 2 നിൽക്കുകയാണെങ്കിൽ അത്രയും കുഴപ്പമില്ല. ഇത് 2 വാക്കിൽ മുറിവും വാക്കിൽ വിഷവും രണ്ടും അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്കൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ആത്മീയമായ ഉണർവുകൾ കിട്ടാനായിട്ട് അവസരങ്ങൾ ഉണ്ടാകും. ഒരുപാട് തിരിച്ചറിവുകൾ ഈ സമയത്ത് ഉണ്ടാകും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുംഭക്കൂറിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേകതകളായ 7.5 ശനി കൊണ്ട് അനുഭവിക്കുന്ന എടുത്തുചാട്ടം കൊണ്ടുള്ള ദുരനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് അപവാദം കേൾക്കുക, കുറ്റാരോപണങ്ങൾ ഉണ്ടാകുക, രോഗങ്ങൾക്ക് സാധ്യത. പിന്നെ വാഹനം ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കേണ്ടതാണ്. അശ്രദ്ധയോടെ വാഹനം ഉപയോഗിച്ചാൽ മുറിവ്, ഒടിവ്, ചതവ് തുടങ്ങിയൊക്കെ സാധ്യതയുള്ള ഒരു കാലമാണ്. അതുകൊണ്ട് ചതയ നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിച്ചേക്കുക. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. തൊഴിലിൽ മാറ്റത്തിന് സാധ്യതയുണ്ട്. ധനപരമായിട്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല, എങ്കിൽ പോലും ചിലവ് വർദ്ധിച്ചിരിക്കും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. പിന്നെ ശനിയുടെ പ്രത്യേകത കൊണ്ടുള്ള 7.5 ശനിയുടെ മധ്യകാലഘട്ടമായതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേകതയും ഉണ്ടാകും. ജന്മശനിക്കാലമായതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ഒരു പരിധിവരെ ഉണ്ടാകും. ശനി മൂലത്രികോണ ക്ഷേത്രത്തിലായതുകൊണ്ട് ചതയ നക്ഷത്രക്കാർക്കും വലിയ മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല എന്ന് മാത്രം. പക്ഷേ ഈ വിരോധങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാതെ ശ്രദ്ധിക്കുക. വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ ഒന്ന് സൂക്ഷിക്കുക. സഹോദരങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭക്ഷണ സുഖക്കുറവ് അനുഭവപ്പെട്ടേക്കാം. അതായത് നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് ഭക്ഷണം കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വളരെ ആഗ്രഹിച്ച് ഭക്ഷണം കഴിക്കുമ്പം ഉദ്ദേശിച്ച ക്വാളിറ്റി ഇല്ലാതിരിക്കുക. ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഉണ്ടാകാം.
അപ്പോൾ അവിടെയും ഒരു സംഘർഷ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നു, ഉദ്ദേശിച്ച ടേസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ വളരെ വിശന്നിരിക്കുമ്പോൾ അത് കിട്ടാതെ വരിക, അപ്പോഴൊക്കെ നമുക്ക് ദേഷ്യവും അക്ഷമയും ഒക്കെ ഉണ്ടാകാം. അപ്പോഴും സംയമനം പാലിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അവിടെയൊക്കെ സംഘർഷ സാധ്യത ഈ ചൊവ്വയും രാഹുവും ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ലഹരി വസ്തുക്കളിൽ ആസക്തി ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഈ കാലഘട്ടത്തിൽ സൂക്ഷിക്കണം. അപ്പോൾ ഈ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതിക്കാരും ചതയം നക്ഷത്രക്കാരും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ തിരുവോണം നക്ഷത്രക്കാർ മഹാവിഷ്ണുവിന് വഴിപാടുകൾ ചെയ്യുക, ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുക. ഏഴരശനിക്കാലം ആണല്ലോ, തീരാൻ പോവുകയാണ്. എന്നാലും അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് മഹാദേവന് വഴിപാടുകൾ ചെയ്യുക, ഭദ്രകാളിക്ക് ചുവന്ന പട്ട് സമർപ്പിക്കുക, അല്ലെങ്കിൽ അർച്ചന നടത്തുക, അങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുക. വിളക്ക് തെളിയിക്കുക, അതായത് കിടാവിളക്കുണ്ടെങ്കിൽ അവിടെ എണ്ണ ഒഴിക്കുക, തുടങ്ങിയ എന്തെങ്കിലും ചെറിയ ഒരു വഴിപാട് ഭദ്രകാളി അമ്മയ്ക്കും ചെയ്യേണ്ടതാണ്. ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശിവന് വഴിപാടുകൾ ചെയ്യണം. ശിവക്ഷേത്രത്തിൽ കഴിയുന്നത്ര ദർശനം നടത്തുകയും കൂവളമാല സമർപ്പിക്കുകയോ ത്രയംബക പുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുകയോ ഏതെങ്കിലും ഒരു വഴിപാട് ചെയ്യുന്നത് ഈ സമയത്ത് ഉത്തമമാണ്. അവരും ശാസ്താവിനുള്ള വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. ഏഴരശനിക്കാലമാണ്. അതുപോലെ തന്നെ അവരും ദേവിക്കുള്ള വഴിപാട് ചെയ്യുന്നത് വളരെ ഉചിതമാണ്. ഈ ചൊവ്വയുടെ ആ പ്രശ്നം, ആ വഴക്ക് എന്നുള്ള ആ പ്രശ്നം ഒഴിവാകാനായിട്ട് അത് വളരെ ഉപകാരപ്രദമാണ്. അവർ സർപ്പദൈവങ്ങൾക്കും വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതിയും ചതയ നക്ഷത്രക്കാരും സർപ്പദൈവങ്ങൾക്കൂടെ വഴിപാട് ചെയ്യുന്നത് ഈ സമയത്ത് ഉത്തമമായിരിക്കും. കാരണം ഈ സാമ്പത്തികമായ കാര്യങ്ങളും രണ്ടാം ഭാവം കൊണ്ടാണല്ലോ, ധനഭാവം കൂടെയാണല്ലോ അത്. അപ്പോൾ അത് ചിന്തിക്കുമ്പോൾ ധനത്തിൻ്റെ അധിക ചെലവ് വന്നാലും നമുക്കതിനുള്ള സോഴ്സ് കണ്ടെത്തണമല്ലോ, നമ്മളിലേക്ക് ധനം എത്തിച്ചേരണമല്ലോ. അതുകൊണ്ടാണ് സർപ്പദൈവങ്ങൾ കൂടെ വഴിപാട് ചെയ്യണമെന്ന് പ്രത്യേകം സൂചിപ്പിച്ചത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുക, നല്ല പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ഏഴരശനിയുടെ കാലമാണ്, ശാസ്താവിനോട് പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അപ്പം പതിവ് പോലെ തന്നെ ഒരു അഭ്യർത്ഥന, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹവും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.